വാട്ട് ഈസ് ദിസ്? എത്രാമത്തെ പ്രാവശ്യം നിന്റെ അടുത്ത് പറയുന്നു കെയർഫുൾ ആയിരിക്കണമെന്ന്? ഞാൻ എന്തായാലും ആന്റി നെവിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് അവരുടെ അടുത്ത് പറയാം. സഹിക്കുന്നില്ല ജൂനേട്ട. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ ജീവിതത്തിൽ സന്തോഷം സങ്കടം അമിതമായി കഴിഞ്ഞാൽ അവന്റെ ജീവന് തന്നെ ആപത്ത്. ദൈവം എല്ലാം കൊടുത്തു, പക്ഷെ ആയുസിന്റെ വരെ മാത്രം. ജീനിക്കൊച്ച് കരയാതിരിക്കെ, എല്ലാം ശരിയാവും. ദൈവം നമ്മളെ കനിയാതിരിക്കില്ല. നമ്മുടെ കുഞ്ഞിനൊന്നും വരുത്തില്ല. ഇങ്ങനെ കരയാതെ. ആ അങ്കിൾ ആന്റി ഇവിടെ ഇരുന്ന് കരച്ചിലാണോ? ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേ? എടാ ചക്രിയെ, എൻ്റെ മോൻ, അവൻ അങ്കിളെ കുഴപ്പമൊന്നുമില്ല. അവൻ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അവൻ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? അവനെന്നെ കെയർഫുൾ ആക്കണം. എന്തായാലും എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയക്കുള്ള കാര്യങ്ങൾ നോക്കണം. പക്ഷെ അവന് പറ്റുന്ന ഒരു ഡോണറെ കണ്ടെത്താനാണ്. നമുക്കെന്തായാലും ശ്രമിക്കാം. ഇപ്പം എന്തായാലും അവൻ നോർമൽ ആയിട്ടുണ്ട്. പേടിയാവുന്നടാ. ഓരോ നിമിഷം അവൻ ആശുപത്രിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുക. അവൻ്റെ ആയുസിൻ്റെ അളവ് കുറയുന്നു. പേടിയാ. അങ്ങനെ ആൻറ്റി പേടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ കൂടെയല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് അവനെ കയറി കണ്ടോളൂ. നാളെ എന്തായാലും ഞാൻ ഡിസ്ചാർജിന് എഴുതി തരാം. പിന്നെ ടാബ്ലറ്റ്സിനൊക്കെ ഞാനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങളെ ഞാൻ പോട്ടെ. എനിക്കൊരു സർജറി ഉണ്ട്. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഞാൻ പോവാടെ. ആ ജിനിക്കൊച്ചേ, ഞാൻ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ജൂണിട്ടാ ശബ്ദം ഉണ്ടാക്കാതിരിക്കും. അവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടല്ലേ? പാവം, എത്ര നേരം വേദന കൊണ്ട് പൊളഞ്ഞത്. ഇപ്പോഴാണ് ഉറങ്ങുന്നത്. ശല്യപ്പെടുത്താത്ത ജൂണേട്ടാ. ക്ഷമിക്കുക എൻ്റെ ജിനിക്കൊച്ചേ, ഒരാവേശത്തിലങ്ങ് എൻ്റെ കുഞ്ഞ് എന്ത് ശാന്തമായിട്ട് ഉറങ്ങുന്നത്. പാവം, കർത്താവ് കനിഞ്ഞാൽ മതിയായിരുന്നു. ഓ, ഈ ചെറുക്കിന് ഞാനിന്ന് ഹോസ്പിറ്റലിൽ വന്ന് കയറി 2 ദിവസമായിട്ടുള്ളൂ. അപ്പേക്കും തുടങ്ങി. ഡാ, എന്തോടാ ഇത്? നിനക്കിത് കുന്നൊന്ന് ഓഫ് ചെയ്ത് വെച്ചൂടെ? നല്ല സൗണ്ട് വെച്ച് അവൻ തുള്ളി ചാടാൻ നിൽക്കാം. നിനക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. ഓഫ് ചെയ്താത്. ഓഫ്. എന്റെ പൊന്നമ്മച്ചി, ആശുപത്രിയിൽ വന്ന് കയറിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കുത്തിയിരിക്കണമെന്നാണോ? എനിക്ക് എന്റേതായ എന്റെ എൻജോയ്മെന്റ് അല്ലേ? എന്താ അമ്മച്ചി അത് മനസ്സിലാക്കത്തെ? കർത്താവ് കനിഞ്ഞു തന്നതാ നിന്നെ ഞങ്ങൾക്ക്. ഒന്ന് സന്തോഷിച്ചാലും സങ്കടപ്പെട്ടാലും അപ്പ നെഞ്ചും പിടിച്ച് താഴെ വീണോളും. ഹോസ്പിറ്റലിൽ കൊണ്ടോടണം. മരിച്ചെങ്ങാനും പോയി കഴിഞ്ഞാൽ ഞങ്ങളുണ്ടല്ലോ ഇവിടെ നിന്ന് കരയാൻ. ജീനിക്കൊച്ചെ, എന്താ എവിടെ പറയേണ്ടത്? നീ മറന്നോ? അപ്പ ജീനിക്കൊച്ചിന് ദേഷ്യപ്പെടല്ലേ? ജീനിക്കൊച്ചി വിഷമം കൊണ്ട് പറഞ്ഞല്ലേ? അല്ല ജീനിക്കൊച്ചെ, എനിക്കറിയില്ല എൻ്റെ പൊന്നമ്മച്ചീനെ. അമ്മച്ചി, എൻ്റെ ആയുസിന്റെ നീളം എത്രയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്രയും കാലം ദുഃഖിച്ചിരിക്കാതെ എൻജോയ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേ ബേബി, നിർത്തി. ഇതൊന്ന് പറഞ്ഞോണ്ടിരിക്കാതെ രണ്ടാള് പണി നോക്കി പോയി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം? എല്ലാരും കൂടി ഒരു ബഹളമാണല്ലോ. ബഹളമൊന്നുമില്ല. നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് വന്നത്? എന്റെ വീട്ടിലേക്ക് ഞാൻ വരാത്ത പിന്നെ എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? ഇതൊന്നായി ഇച്ചോ. ഇനി വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിന്ന് വിടറ. ഇത് എവിടേക്കാണ് വിളിച്ചോണ്ട് പോകുന്നേ? ഇനി വാ എന്റെ നിച്ചായ. അപ്പൊ നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്തിരിക്കണം. ഞാൻ ചെയ്ത തന്നെ പ്രോജക്റ്റ് തിരുത്തി കൊടുക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലൊരു തെറ്റുണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ടൊന്ന് തിരുത്തിയെന്നല്ലേ ഉള്ളൂ. എടാ, ഓഫീസിലെ വർക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. അതിൽ നിന്റെ ഇഷ്ടത്തിന് ചെയ്യാനല്ല ഞാൻ പറഞ്ഞു വിട്ടത്. നിന്നെ പോലെ ഒരു കഴുതയായി പോയി എനിക്ക് ഉണ്ടായത്. മോനെ കുക്കി, കരയാതടാ. നിനക്ക് അറിഞ്ഞൂടെ നിന്റെ അപ്പന്റെ സ്വഭാവം. നീ അത് കണക്കിലെടുക്കണ്ട. അപ്പൻ ഇങ്ങനെ ഓരോന്ന് പറയും. എന്താ അമ്മച്ചി, എനിക്ക് അപ്പനെ അറിയില്ലെന്നാണ് അമ്മച്ചിയുടെ വിചാരം? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൻ എന്നെ ചീത്ത പറഞ്ഞോട്ടെ. തെറ്റ് ചെയ്യാതെ തെറ്റ് തിരുത്തി കൊടുത്തല്ല എന്നെ ചീത്ത പറയുന്നത്. ഓഫീസിൽ ഞാൻ ചെന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാ ജോലിയും അപ്പൻ തന്നെ മുന്നേ വിളിച്ച് പറഞ്ഞ് ശരിയാക്കിയിട്ടുള്ളൂ. അവർക്ക് എന്നെ എന്തോ പോലെ നോക്കുന്നത്. എനിക്ക് മടുത്തു, എല്ലാം കൂടി മടുത്തു അമ്മച്ചി. കുക്കി, മോനെ എന്തെങ്കിലും കഴിക്കേ. നീ ഇത് എങ്ങോട്ടാ? ഇവിടെ രാത്രിയായില്ലേ? എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മച്ചി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. ശുഖച്ചായം ഇവിടെ റൂമിൽ വന്നിരിക്കാനോ? ആ ചെറുക്കനെ ഒന്നും കഴിക്കാതെ പോയത്. എന്തിനാ അവനോട് ഇങ്ങനെ പെരുമാറുന്നേ? ഹോബിയിൽ കിടന്ന് ഇറങ്ങാനൊക്കെ നാളെ വൈകിട്ട് ഫ്ലൈറ്റിന് നമുക്ക് പോകാനാ. അതിനു മുന്നേ തന്നെ ജോന്റെ വീട്ടിൽ പോയിട്ട് തേയോട് ഇവിടെ വന്നേക്കാൻ പറയണം. ജിമ്മിന് നമ്മുടെ ഇപ്പം ബിസിനസ് ട്രിപ്പിന് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല.
നീ കിടക്ക. എന്റെ പൊന്നു കർത്താവേ, നിനക്ക് വേറെ ആരെയും കിട്ടിയിട്ട് എന്റെ തല കെട്ടി വെക്കാൻ ഇതുപോലെ ഒരു മുരട്ട് കളനെ കിട്ടിയല്ലോ. ഇങ്ങനെ കാരണം എന്റെ ജീവിതം നശിച്ചു. പാവന്റെ പിള്ളേര് അവരും അനുഭവിക്കും. അപ്പൊ എടാ കുട്ടി ഇങ്ങനെ കുടിച്ച് നശിക്കാതെടാ. എടാ നിന്റെ കരളും മാത്രമല്ല കുടലെടുക്ക ഇല്ലാതെ പോവും. എല്ലാം പോട്ടടാ, ആർക്ക് വേണം അതൊക്കെ. എന്തിനൊക്കെ ഉണ്ടായിട്ടെന്തിനാ? എന്റെ അപ്പനിട്ട് കളിപ്പിക്കാനോ? അങ്ങോട്ട് ചേട്ടാ കുട്ടിരാമ, ഇങ്ങോട്ട് ചേട്ടാ കുട്ടിരാമ, ഇങ്ങോട്ട് പാടാ, അങ്ങോട്ട് പോടാ. അയാൾ പറയുന്നു മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. എന്റേതായ ഇഷ്ടങ്ങളും മോഹങ്ങളൊന്നും പാടില്ല. എടാ അതിന് നീ ഇങ്ങനെ കുടിച്ചു നശിക്കുന്ന എന്തിനാ? നിന്റെ അപ്പന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം, നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? പിന്നെന്താ? എനിക്ക് അറിയാടാ, നന്നായിട്ട് അറിയാം. അയാളുടെ ഇഷ്ടങ്ങളല്ലേ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന അയാളുടെ സ്ഥിരം സ്വഭാവം. എടാ മതി പറഞ്ഞത്, അതെന്തെങ്കിലും ആവട്ടെ, നീ വീട്. അതിപ്പോ മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ? നീ ഇങ്ങനെ മൂഡൗട്ടായിട്ടിരിക്കാതെ. നാളെ നിന്റെ അപ്പനൊന്ന് ബിസിനസ് ടൂറിന് പോവാല്ലേ? അവർ പോയിട്ട് പിന്നെ നമുക്ക് അങ്ങ് വിട്ടേക്കാം. അത് ശരിയാ, നമുക്കങ്ങ് പോവാം. അടിച്ചു പോച്ചിട്ട് വരാം. അങ്ങേരുടെ തൊല്ലൊന്നും ഒഴിഞ്ഞിട്ടല്ലോ. നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരേണ്ടതായിരുന്നു ബിസിനസ് ട്രിപ്പിന്. പക്ഷെ എന്താ ചെയ്യാ? അറിയാം ജിനി, എന്തായാലും ജിമ്മിൽ വരുന്നുണ്ടല്ലോ. പിന്നെ തേനെ വീട്ടിലേക്ക് ഒന്ന് വിടണം. കുക്കിയുടെ കാര്യം അറിയാലോ, വീട്ടില് തനിച്ച് ഭയങ്കര പ്രശ്നവും. അതുകൊണ്ട് അങ്കിളെ അവൻ അമ്മച്ചിയുടെ അടുത്തൊന്നും ചോദിക്കണ്ട, ഞാൻ എന്തായാലും വന്നിരിക്കും. എനിക്കറിയാം അവിടെ തനിച്ചാക്കില്ല ഞാൻ എന്തായാലും. ജിമ്മി ഞങ്ങളുടെ ഒപ്പം ബിസിനസ് ട്രിപ്പിന് വരുന്നുണ്ടല്ലോ, അതാ ബുദ്ധിമുട്ടായത്. ഇല്ലെങ്കിൽ ജിമ്മിയോട് നിൽക്കാനെങ്കിലും പറയായിരുന്നു. എന്തായാലും നീ നിന്നാലും മതി, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം. നിങ്ങൾ രണ്ടുപേരും പേടിക്കാതെ അങ്ങ് ചെല്ലേ. അവൻ മാത്രമല്ല ഞങ്ങളും ഉണ്ടല്ലോ, ഞങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പ അമ്മച്ചി കഴിഞ്ഞില്ലേ സംസാരം? അങ്ങളാണ്ടി നമുക്ക് പോവാം, ഫ്ലൈറ്റിന്റെ ടൈമായി. എന്നാ ശരി, എന്നാ ഞങ്ങൾ പോവാൻ നോക്കട്ടെ. അപ്പൊ ശരി, ഇനി യാത്ര പറച്ചിലില്ല, ഇനി വന്നിട്ട് കാണാം. മോനെ തേത്തെ, എന്താ പൊന്നു മോനെ ഇത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പറ്റില്ല എന്ന് പറയുന്ന നീയാണല്ലോ, പെട്ടെന്ന് കയറി അങ്ങ് സമ്മതിച്ച്. എന്താ അമ്മച്ചി ഈ ചോദ്യത്തിനോട് പ്രസക്തിയൊന്നുമില്ല. അങ്കിള് മറ്റുള്ളവരെ പോലെയാണോ? പിന്നെ അവിടെ കൂട്ടുകാരെങ്കിലും വേണ്ടേ? ഞാൻ ഒന്നിക്ക് പോണം. എന്താ എന്റെ ചെവിക്കൊച്ചി, നമ്മുടെ മൂന്ന് ഒരു ഇളക്കമില്ലേ? എന്താന്ന് എനിക്കും അറിയില്ല. അയ്യോ എനിക്ക് വയ്യ, എങ്ങനെ ഞാനത് താങ്ങും? കർത്താവേ, ഇതുപോലൊരവസരം എന്റെ യോജിക്കൊച്ചേ. ഓ, ഇത്ര നാളായിന്നറിയാം എന്റെ പ്രണയം എന്നോട് പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അതിനുള്ള സമയം ആഗതമായി. യുജി, ഐ ലവ് യു. നീ ചുമ്മാ ഇരിക്കണേ. ഞാൻ പറയും. എടാ, നീ എന്തിനാ അപ്പനമ്മയും പറയുന്നതായിട്ട് ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയില്ലേ? അങ്കിളുടെ ആന്റിയുടെ കണ്ണില് നീ കൊച്ചുകുട്ടിയത് എന്റെ കുറ്റമാണോ? ഞാൻ അവര് പറഞ്ഞ അനുസരിക്കും, അതുകൊണ്ട് ഞാൻ ഓടിപ്പോന്നു. പിന്നെ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് എനിക്ക് വിചാരല്ലേ? അല്ല, കുക്കി എവിടെ? അപ്പനമ്മയും ബിസിനസ് ടൂറിന് പോയിട്ട് പിന്നാലെ തന്നെ അവന്റെ ഫ്രണ്ട്സിനൊപ്പം അവനും ടൂറിന് പോയി. എന്തായാലും അവനില്ലാത്തതും നന്നായി. അതെന്താ തേത്തെ അങ്ങനെ? നിനക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടോടാ? അയ്യോ, നിന്റെ അടുത്തോ? ജാക്കിച്ചാന്റെ പെങ്ങളല്ലെങ്കിലും കരാട്ടി പുസ്തകം പഠിച്ചു വെച്ചില്ലേ, നിന്റെ മുന്നിൽ സൂക്ഷിക്കേണ്ട. തേത്തെ, ഞാൻ കോളേജിൽ പോവാ. അസൈൻമെന്റും പ്രോജക്റ്റ് വർക്കും സബ്മിറ്റ് ചെയ്യണ്ടേ? നിന്റെ അതൊക്കെ മുന്നേ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞാൻ ശ്രീദേവിയിൽ കൊടുത്തു വിട്ടാലോ? എങ്ങനെ മടിച്ച് കോളേജിൽ പോവാൻ നോക്കടി. നീ പോയിട്ട് വേഗം സബ്മിറ്റ് ചെയ്യാൻ നോക്ക്. നിന്റെ സിഗ്നേച്ചർ റിലേഷൻ വീടോ? പൊടി പൊടി പോ. എന്നെ ഒളിപ്പിച്ച് വിടാൻ എന്താ നിനക്ക് ധൃതി? ഞാൻ പോവാ, വന്നിട്ട് തരാൻ നിനക്കുള്ളത്. ആ പോ പോ, പോയി വന്നിട്ട് എനിക്ക് എന്റെ തരണച്ച് തന്നോ, ഞാൻ മേടിക്കാൻ റെഡി ആയിട്ടിരിക്കാം. ബായ്. അവൾ കോളേജിൽ നിന്ന് വരുമ്പോഴേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്ക്, പ്രപ്പോസ് ചെയ്യാനുള്ള രീതിയിൽ നിൽക്കണം. കർത്താവേ, അവളെ കണ്ട വായുന്ന ഒരു അക്ഷരം പോലും വരത്തില്ല. ഇപ്രാവശ്യം അങ്ങനെ അവരുടെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ? എല്ലാം സെറ്റായി. ഇനി ഈ റോസപ്പൂ കൊടുത്ത് അവളെന്നെ പ്രപ്പോസ് ചെയ്യാം. റോസപ്പൂ, നീ എന്റെ കൂടെ ഉണ്ടാവണേ. അവള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, അവര് തുറക്കുന്നു. കണ്ണട ചെന്നിട്ട് തുറന്നെന്ന് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഒരുപാട് നാളായിട്ട് പറയണം ആഗ്രഹിച്ചതാ. ഇപ്പോഴെനിക്ക് പറയാൻ പറ്റുന്നത്. ആരും ഇല്ലാത്തത് അവിടെ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഐ റിയലി ലവ് യു. ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. നീ എന്ത് മറുപടി തന്നെ ഞാൻ സ്വീകരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെ, ഒരുപാട്. ആ കുക്കി നീ എന്താ ഇവിടെ? അയ്യോ പണിപ്പാടി. എന്തോടെ ഇവിടെ നടക്കുന്നത് കുക്കി? അന്തം വിട്ട് പന്തം കൊണ്ട് നിൽക്കണ എന്നെ കണ്ടിട്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? മിണ്ടാതിരിക്കടോ കർത്താവേ, ഇതൊരു വല്ലാത്ത പണിയായിപ്പോയി. എടാ, ദൈവത്തിൽ നിന്ന് പ്രപ്പോസ് ചെയ്തതാണോടാ കുക്കി? ഡാ, അറിയാമെങ്കിൽ മിണ്ടാതിരിക്കട പട്ടി. എടാ തേ, നിന്റെ മനസ്സിൽ എങ്ങനെയൊരു വിചാരം? എങ്ങനെയൊരു വിചാരം? നോ തേ, നിനക്ക് വിഷമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിതിന് എതിരൊന്നുമല്ല. ബട്ട് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു പെൺകുട്ടിയുണ്ട്. ഐ റിയലി ലവ് വിത്ത് യു. ഐ എം സോറി തേ. അതിനെന്താ? അയ്യോ അയ്യോ അയ്യോ, ചെറുക്കിന് പോതും വേണം. എടാ, ചെറുക്കിന് എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ അവനെ ഹാർട്ടിന് പ്രോബ്ലം തന്നെ. റിജക്ട് ചെയ്തിട്ട് അവൻ തട്ടിപ്പോകുന്നതിന് ചെയ്ത് ആ കൊറ്റ എൻ്റെ തലയിരിക്കണോ? അയ്യോ, അങ്ങനെ ഉണ്ടാതിരിക്കണോ? അവന്റെ ബോധം പോയി എടുത്ത് ആശുപത്രി കൊണ്ടുപോകാതെ കിടന്ന് മൂങ്ങി നിൽക്കോ? വണ്ടി എടുക്ക് പോരും. എടാ കുക്കിങ് ഇങ്ങനെ കിടന്ന് മൂങ്ങാതെ. ഇഞ്ചി വീട്ടിലുണ്ടായിരുന്നില്ലടാ. ഇല്ല, ജോലി ചെന്നപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നില്ല. തേ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. കുഴപ്പമൊന്നുമില്ല. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അതിന്റെ പ്രശ്നം. ഈ ചെറുക്കനോട് കരച്ചിൽ നിർത്താൻ പറ. പോയി കാണാൻ നോക്കാം അവനെ. എന്റെ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? അവന് കുഴപ്പമൊന്നുമില്ല. നീ അവനെ പോയി കാണാൻ നോക്ക്. എന്നിട്ട് അവൻ്റെ അടുത്ത് ഇവരെ സംസാരിക്കും. ഇവിടെ കിടന്ന് മോങ്ങാതെ. ഇതെങ്ങനെ കിടന്ന് മോഹന്നു? നീ വിഷമിക്കേണ്ടത്. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഞാൻ നിന്നെ റിജക്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ വിഷമിക്കരുത് കേട്ടോ. ഞാൻ എന്തിനുണ്ട് നിന്റെ കൂടെ. ഇനി ഞാൻ നിനക്ക് തുണയുണ്ട്. എന്തിന് കുക്കി? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു ഇനി ഒന്നും പറയണ്ട. എനിക്ക് എല്ലാം മനസ്സിലായി. ഇതൊരു തെറ്റാണെന്നൊന്നും പറയില്ല. മനസ്സ് ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികം. നിനക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി, അത്രേ ഉള്ളൂ. നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ നിനക്ക് ഫ്രൂട്ട്സ് തേടി മേടിച്ചോട്ട് വരാവേ. അല്ല കുക്കിംഗ്, ഞാൻ കർത്താവേ, ഇത് വല്ലാത്ത ചതിയായി പോയി. പുത്ര, മകനെ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? കണ്ണടച്ച് കണ്ടവനെ പ്രപ്പോസ് ചെയ്ത നീ അതിനെ എന്നെങ്ങനെ ശല്യം ചെയ്യാതെ നീയായി അവന്റെ പാടായി. അയ്യോ കർത്താവെ, പോവല്ലേ. ഈ കുരിച്ചിന്റെ അടുത്ത് എന്നെ തനിച്ചാക്കിട്ട് പോവല്ലേ. പോയോ ചതി. ഇതെങ്ങനെ യൂൺ ചെറുത അനിയത്തി പ്രപ്പോസ് ചെയ്യാൻ പോയിട്ട് ഏട്ടനെ പ്രപ്പോസ് ചെയ്തു. തേത്തേ, എന്തായി നോക്കുന്നത്? ചുമ്മാ ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ നോക്കാം. തേത്തേ, ഇങ്ങനെ നോക്കി ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എന്റെ കുക്കി, നീ എന്തിനാ ഈ ക്യാമറ നോക്കി എപ്പോഴും എടുപ്പില്ലാന്നാക്കുന്നത്? ഇത് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനാ. നീ കാലം തന്നെ ഞാൻ ഒഴിഞ്ഞുതരാം. എന്താ ഈ കുക്കി? നിനക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസാ? കുക്കി, നിന്റെ മുടി ഇത്ര സ്മൂത്ത് ആണല്ലേ. ആ, നിന്റെ മുടിയും കൊള്ളാം. താങ്ക് യു. ദാ, ഇത് കഴിച്ചോ. കുക്കി, ഇത് കുക്കീസിന്റെ കേക്കാ. ദാ തേ, നീ എടുത്തോ. എനിക്കിത് തീരെ പിടിക്കുന്നില്ല. നന്നല്ല അത്. എന്താടി? എന്ത് പറ്റി യോജിച്ച് നിനക്ക്? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നീയും കുക്കിച്ചാനും തമ്മിൽ ഇത്ര കൂട്ടായത് എങ്ങനെയാ? എന്നെ നോക്കാൻ വേണ്ടിയിട്ടാ പാപ്പയും മമ്മി നിന്നോട് ഇവിടെ വന്നേക്കാൻ പറഞ്ഞത്. എന്നിട്ട് തേത്തെ, നീ എന്നൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇപ്പൊ എത്ര ദിവസമെന്നറിയോ നീ എൻ്റെ അടുത്ത് നിന്ന് മിണ്ടിയിട്ട്? എപ്പോൾ നോക്കിയാലും കുക്കിച്ചാനും നീ ഒരുമിച്ചാ. എനിക്ക് നിന്റെ അടുത്ത് മിണ്ടണ്ട. ഞാൻ മിണ്ടൂല. എൻ്റെ അവിടുന്ന് പോവാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. ഓ, എന്റെ ക്ഷമിക്കണ്ട കൊച്ചേ, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. നീ അല്ലേ എനിക്ക് ഇമ്പോർട്ടന്റ്. പ്ലീസ്, ഈ ഒറ്റ പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്. ഇവിടെ പാടി. എടാ മതി, ഓക്കെ, ഞാൻ ക്ഷമിച്ചു. അയ്യോ വീട്ടടാ. അയ്യോ, എടുത്ത് പൊന്തിക്കില്ല. വീട്ടടാ എന്നെ. വീട്ടാൻ കുട്ടി വേണമെന്നല്ലടി. ഇന്നത്തെ ഒരു രാത്രി കൂടിയല്ലേ ഞാനിവിടെ ഉള്ളൂ. നാളെ രാവിലെ അങ്കിളും ആൻറ്റി വന്നാ ഞാൻ തിരിച്ച് വീട്ടിൽ പോവില്ലേ? വീട്ടിലേക്ക് ഇത്ര പെട്ടെന്ന് പോവായോ? അല്ലാതെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നൂടെ? ആഗ്രഹം ഇല്ലാണ്ടല്ലേ ചായ? പറ്റില്ല കുട്ടിച്ചായ. കാരണം അപ്പനും അമ്മച്ചിയും കാണാൻ തീർത്തിക്കൂട്ടാ. നാളെ തന്നെ ചെല്ലാനാ പറഞ്ഞത്. അയ്യോ, നാളെ നീ പോവല്ലേ? തെറ്റ്, എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറയാനായിരുന്നു.
നാളെ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് നിന്റെ വീട്ടിൽ വരാം. പേഴ്സണലാ, അത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളതാ. അപ്പം പറയാം. ഓക്കേടാ. ഇവർക്ക് ഇന്നത്തെ പറയാനുള്ളത് ഇങ്ങനെ പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? പേഴ്സണലായിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് തന്നെ പറയണം. എന്തിനാ ഇവർക്ക് ഇത്ര പറയണ്ടാവുക? ഇവരെങ്ങനെ ഇത്ര അടുപ്പം? എങ്ങനെ ഇത്ര അടുപ്പം? എന്താ നോക്കി നിൽക്കുന്നത്? വന്ന വണ്ടി കയറ്, ഞാനും നിന്നെ കൊണ്ടുവന്നാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അല്ല, എന്താ പറ്റി? എന്തൊരു ഗൗരവത്തിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുക്കിച്ചായ? നീ മിണ്ടാതിരുന്ന വണ്ടി ഓടിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. പറഞ്ഞല്ലേ വീടെത്തിയില്ലായിരുന്നേ? പിന്നെന്തിനാ നീ ഇരിക്കുന്നേ? ധൃതിയുള്ള ആൾക്കാരല്ലേ വീട്ടിലെത്താൻ വേണ്ടി. ഓ, അങ്ങനെയാണല്ലേ കാര്യം. എന്റെ പൊന്നു കുക്കിച്ചായ, ഒന്ന് വാണേ. അമ്മച്ചിയുടെ കയ്യിൽ നിന്നൊരു കോഫി കുടിച്ചിട്ട് പോ. ഇങ്ങ് വാ. അമ്മച്ചേ, ഞാൻ ആ പൊന്നുമ്മ വന്നോ? വാടാ, നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. ആ, നീ എവിടെയെങ്കിലും ചെന്ന് മരുന്നും ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതെ ആശുപത്രി പോയി കിടക്കാനാണല്ലോ നിന്റെ ഇൻട്രസ്റ്റ് കൂടുതൽ. അതിനാണ് നീ ഇവിടുന്ന് പോയത്. അമ്മച്ചി അപ്പനൊന്നും വേണ്ട അല്ലേ? ആ കുക്കിമോനെ, അത് ചെയ്താല് ഞാനിവിടെ ഇവിടെ വീട്ടിലാക്കാൻ വേണ്ടി വന്നതാ. അതെ അമ്മച്ചി, കുക്കിച്ചാണല്ലോ ഇവിടെ ആക്കിയത്. കുക്കിച്ചായ ഒരു കാര്യം ചെയ്ത റൂമിൽ പോയി ഇരിക്കേ ചെല്ലേ. നീ അവനെയും കൂട്ടിക്കൊണ്ട് വന്നത് ഞാനൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടില്ലടാ. അവൻ പോട്ടെ, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം നിനക്ക്. ഓ, ആദ്യമായിട്ടാ ഞാൻ തീരെ റൂമിൽ കയറുന്നത്. വാവ്, നൈസ്. നല്ല റൂമാണല്ലോ. എന്താ ഡയറിയൊക്കെ? ആ, എൻ്റെ പ്രണയം ആദ്യമായി എനിക്ക് തോന്നുന്നത് യോജി യോജിയോടോ? അപ്പോ അവൻ അന്ന് പ്രപ്പോസ് ചെയ്തത് എന്നോടല്ലേ? യോജിയോടായിരുന്നു. ഞാനതിന് ഇത്ര വിഷമിക്കില്ല. ആ കുക്കിച്ച, സോറിടാ, നേരം വൈകി. അമ്മച്ചി ഇവിടെ എന്നെ നിർത്തി പൊരിക്കായിരുന്നു. എന്ത് പറ്റി? ആ, ഒന്നുമില്ലതേ, എനിക്ക് എന്നിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ ചെല്ലാൻ പറഞ്ഞിട്ട്. ഞാൻ അങ്ങോട്ട് പോവാ. ഓക്കെ, ബൈ. അല്ല ഇച്ച, ഇതെന്ത് പറ്റി? അയ്യോ, എന്റെ പൊന്നു കുക്കി, നീ വന്നപ്പോ മുതൽ ഈ പെറുപുറത്തോണ്ടിരിക്കുന്നതാണല്ലോ. എന്താ വിഷയം? എടാ എടാ, തേടി ഒന്ന് പ്രപ്പോസ് ചെയ്തില്ലേ? അത് ഇന്നലെടാ, ന്യൂജിയിലായിരുന്നു. അവൻ കണ്ണടച്ച് ആള് മാറി പ്രപ്പോസ് ചെയ്തതാ. അതെ, ഇപ്പൊ യൂജിക്ക് അവനോട് എന്തോ പറയാനുണ്ട്. അവർ തമ്മിൽ ഇനിയിപ്പോ റിലേഷനിലാവോ? അവൾക്ക് അവന് ഇഷ്ടമായിരിക്കോ? അല്ല, അപ്പൊ അവൻ എന്തിനാ എന്നെ പ്രപ്പോസ് ചെയ്തേ? എടാ പറയടാ, നീ പറ. അവര് തമ്മിൽ ഒന്നിക്കില്ലെന്ന് പറയാൻ ഞാൻ ഭാവി പ്രവചിക്കുന്ന ആളൊന്നല്ല. പിന്നെ എന്റെ ഒരാഗ്രഹം പറയുകയാണെങ്കിൽ അവര് തമ്മിൽ ചേരുന്നതാണ് നല്ലത്. നല്ല ചേർച്ചയല്ലേ? ആര് പറഞ്ഞു നല്ല ചേർച്ചയാണെന്ന്? ആരാ പറഞ്ഞേ? പൂജ പോലെ ഇരിക്കുന്ന അവൾക്ക് ആ കടുവ പോലെയുള്ള അവൻ എങ്ങനെയാണ് ചേരുന്നത്? എങ്ങനെ ചേരുന്നത്? നീയില്ലപ്പോ എന്നോട് അഭിപ്രായം ചോദിച്ചത്. അതല്ലേ ഞാനിപ്പോ അഭിപ്രായം പറഞ്ഞേ. എന്നിട്ട് എന്റെ അടുത്ത് ചാടി കടിക്കാൻ വരുന്നോ? നിന്റെ പ്രശ്നം എന്തോടാ? അവൾക്ക് അവൻ ചേരില്ല, അതന്നെ എന്റെ പ്രശ്നം. അല്ല, അവൾക്ക് എങ്ങനെ അവൻ ചേരുന്നത്? എനിക്ക് അവൻ ചേരത്തില്ലേ നന്നായിട്ട്? ആ, ഇപ്പോഴെങ്കിലും മനസ്സിലുള്ള പുറത്തു വന്നല്ലോ. നിനക്ക് തന്നെ അവൻ ചേരുന്നത്. ചേരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നീ പോയി പ്രപ്പോസ് ചെയ്യാൻ നോക്കുക അവനെ. എടാ, ഒരു പെണ്ണ് തേച്ചിട്ട് പോയിന്ന് പറഞ്ഞ് അവളുടെ പ്രണയം ആലോചിച്ചുകൊണ്ടിരിക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുന്നൊക്കെ ചേർക്കാം. ഞാൻ പ്രപ്പോസ് ചെയ്താ അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സിന്റെ യോജിയല്ലേ? അവൻ റിജക്റ്റ് ചെയ്യും, ഉറപ്പാ. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഈ പോടാ മരപ്പട്ടി, മരത്തലയാ. ഓക്കെ, താങ്ക് യു രമ്പിച്ചി. ഓ, ഇവനെ എന്തായാലും പോയി പ്രപ്പോസ് ചെയ്യാം. അല്ല, ഞാൻ പ്രപ്പോസ് ചെയ്യാനല്ലേ പോണേ, അല്ലാതെ കക്കാനല്ലല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ പോകുന്നത്? അയ്യോ, ഇതൊക്കെ എപ്പോ എന്റെ മനസ്സിലൊരു പൊട്ടക്കുതിക്ക് തോന്നിയ അപ്പൊ തന്നെ മാറ്റി കളയന്റെ കറുത്തത് ഈ കാഴ്ച എന്നെ കൊണ്ട് കാണി. അയ്യോ ഇച്ചായ, ആ ഇച്ചായനെ ഇപ്പോൾ വന്നോ? തേടി സംസാരിക്കാനാവില്ലേ? ഞാനങ്ങ് പോട്ടെ ആൻറ്റിയുടെ അടുത്തേക്ക്. ഞങ്ങൾ സംസാരിക്കും. ബൈ. കുക്കിച്ചേനെ പോകുന്നു. വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. ഞാൻ വന്ന കാരണം ആണല്ലോ എനിക്ക് ഈ കാഴ്ച കാണാൻ പറ്റിയത്. ഞങ്ങൾ ഒന്നിച്ചല്ലേ? എന്താ? എനിക്കറിയാം തേ, നീ എന്നെ മിസ്റ്റേക്കിൽ പ്രപ്പോസ് ചെയ്തതാണെന്ന്. നീ യൂജിനല്ലേ പ്രപ്പോസ് ചെയ്യാൻ വിചാരിച്ചത്? നിന്റെ ഡയറി ഞാൻ വായിച്ചിരുന്നു. എനിക്കെന്നാലും ഹാപ്പിയായി. നിങ്ങളുടെ ഒരു നല്ല ചേർച്ചയാണ്.
ഞാൻ പോട്ടെ. അവിടെ നിൽക്കു കുക്കി, ഞാൻ പറയുന്നത് കേക്ക്. നീ വീട്ടത്തെ പ്ലീസ് കുക്കി. നീ എന്തോ കാണിക്കുന്നത് വീട്ടോ? എനിക്ക് പോകണം. നിനക്ക് പറയാനുള്ള ഞാൻ പറയും എന്താ വെച്ചാ, എൻ്റെ പൊന്നു ടാഡി മെറ്റീരിയല് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ എൻ്റെ പൊന്നു ടാഡി? വാട്ട്? ആ അതന്നെ ടാഡി. ഐ ലവ് യു ചായ. ചായ, എനിക്ക് യൂജിയുടെ ഒരു ക്രഷ് ഉണ്ടായിരുന്നത് ശരിയാ, പക്ഷെ അത് പ്രണയമല്ലായിരുന്നു. അതെനിക്ക് മനസ്സിലാക്കിയ സമയത്ത് ഇച്ചായൻ്റെ കെയറിങ്ങും ലവിങ് ഒക്കെയാണ്. ഐ റിയലി ലവ് യു ചായ. നീ സത്യമാണോ പറയുന്നത്? യു റിയലി ലവ് മീ? യെസ്, ഐ ലവ് യു ടു തേ. ഐ ലവ് യു ടു. ജിമിച്ചായോ, നമ്മളിവിടെ നിൽക്കുന്ന വിചാരം പോലും ഇല്ല അവർക്ക്. അതെ അതെ, ഞങ്ങളിവിടെ ചിമ്മിച്ചാനും യുജി, നിങ്ങള് ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരുപാട് വെക്കണ്ടേ ചായ, കാര്യം മനസ്സിലായി. ഇത്ര ദിവസമായിട്ട് നിങ്ങളുടെ അടുപ്പ് ഇങ്ങനെയായിരുന്നല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ചായൻ പേടിക്കണ്ട. ഞാനും ജിമ്മിച്ചായനായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം അവൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ അവൻ എന്നെ ഹാക്ക് ചെയ്തതാ. ചിമ്മിളിയ, ഇങ്ങനെയൊക്കെയാണല്ലേ? അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങള്. അളിയൻ ചെല്ലേ, എൻ്റെ അനിയനെ നല്ലപോലെ നോക്കണേ. ചെന്ന് അടിച്ചു പൊളിക്ക്. ചെല്ല് ചെല്ല്. ചായ വീടടാ. കുക്കി ചായ ശരിക്കും എൻ്റെ കൂടെ ഹാപ്പിയാണോ? ഹാപ്പിയാണടാ. നിനക്ക് എന്താണ് വിശ്വാസമല്ലേ? അല്ല ചായ, ചോദിച്ചതേ ഉള്ളൂ. ഇച്ചായ, ഞാനെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയാ നീ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇരുന്ന് പറയുന്നു? ഇപ്പൊ അതെന്താണ് പറയേണ്ട ആവശ്യം? മനഃപൂർവ്വം ഇച്ചായ പറയുന്നത്. അറിയില്ല എത്ര നാളെ എനിക്കുണ്ടെന്ന്. കർത്താവിൻ്റെ പുസ്തകത്തിൽ ആയുസിൻ്റെ അളവെനിക്ക് കുറവാച്ചായ. ഒന്നും മിണ്ടാതിരുത്. ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും, മരണത്തിന് പോലും. നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ? ജീവിതകാലം മുഴുവനും ഉണ്ടാവും. കുക്കിംഗ് തേയല്ലത് ഇവര് തമ്മില്. ശുഭാശിന് എന്ത് പറ്റി? വന്നപ്പോൾ മുതല് ആകെ മൂടൗട്ടായിട്ടിരിക്കുകയാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചായ? അതൊന്നുമില്ല ബേബി. കുക്കി ഞാൻ ആ UK ബിസിനസ് അങ്ങനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. അതെന്ത് പെട്ടെന്ന് അവന് UK പോണ്ടേന്? അവനിങ്ങനെ UK നിൽക്കട്ടെ, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം തന്നെയുണ്ട്. ഗുഡ് നൈറ്റ്. സുഖങ്ങള് അവളെന്താ ഇവിടെ? അപ്പനൊന്നും ഇവിടെ ഇല്ല. ഞാനെൻ്റെ അപ്പനൊന്നും കാണാൻ വന്നതല്ല, ഞാൻ തേനെ കാണാൻ വന്നതാ. അവനെവിടെ? അവനോ? അവനവൻ്റെ റൂമിലുണ്ട്, അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ അവനെ പോയി കണ്ടോളാം. അങ്കിള് എന്തൊരു മുന്നറിയിപ്പില്ലാതെ? എന്താ ഞാൻ മുന്നറിയിപ്പില്ലാതെ നിനക്ക് ബുദ്ധിമുട്ടായോ? അങ്ങനെയൊന്നുമില്ല അങ്കിളെ, ഇരിക്കേ. എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോളെ നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്ന്. യുജി, എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അല്ല അങ്കിളെന്താ ഇതൊക്കെ ഇപ്പൊ പറയുന്ന? യുജി, ഞാൻ അങ്ങനെയൊന്നും, നീ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നീയും കുക്കിയും തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ മോനെ? നടക്കാത്ത കാര്യം അത്. നീ യുജി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ 2 കൈയും കൂട്ടി സ്വീകരിച്ചേനെ. പക്ഷേ കുക്കി ആകെക്കൂട്ടിലെ മോനെ ഞങ്ങൾക്ക്. അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ കുട്ടികളെയും കണ്ട് അവനെ കഴിപ്പിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ തീർക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ നാട്ടുകാരും അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നം തന്നെ. അതെ, എൻ്റെ മോൻ്റെ ജീവിതത്തിലൊരു കരിനീറലായി നീ ഒരിക്കലും വരരുത്. നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്നാണെങ്കിൽ ഈ അങ്കിളുടെ ആൻറ്റിയുടെ മരണത്തിന് ശേഷമായിരിക്കും പറ്റൂ. നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങേരപ്പം ഇതിനാണ് അവിടെ വന്നത്. ശരിയാക്കി തരാം. ഹലോ കുക്കി, ഞാനാ ജിമ്മി. എടാ, നിന്റെ അപ്പൻ ഇവിടെ വന്നിരുന്നു. കുറച്ച് കാര്യങ്ങൾ തേയോട് പറഞ്ഞു അയാള്. അതെന്താച്ചാ, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ. ഇതെങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളുടെ അടുത്ത് ചെയ്തത്? കുക്കി, അപ്പനോട് ഇങ്ങനെയൊന്നും പറയല്ലടാ പ്ലീസ്.
അമ്മച്ചി പ്ലീസ് അപ്പനോടൊന്നും പറയരുത്. അപ്പൊ എന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഒരു വിലയില്ല ഇവിടെ. അപ്പം പറയുന്നത് മാത്രമേ ഞാൻ കേട്ട് നടന്നിട്ടുള്ളൂ ഇത്ര നാളായിട്ട്. എന്താ അമ്മച്ചി ഇത്? ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ മോഹിക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എന്റെ പഠിത്തം, എന്റെ ലൈഫും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന എന്റെ ജീവിതം, എന്റെ തേയ, അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. എന്ത് ജീവിതം ഈ പറയുന്നേ? അവനെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്കൊരു കുടുംബം ഉണ്ടാവോ? അതുപോലെ ഈ നാട്ടുകാരുടെ മുന്നിൽ എത്ര നാണക്കേടാ. അപ്പന് പേരും പ്രശസ്തി നാട്ടുകാരെ പറച്ചിലൊക്കെ മതി, സ്വന്തം മോന്റെ സന്തോഷം വേണ്ട. നിങ്ങൾക്ക് മകനല്ല വേണ്ടത്, ഒരു റോബോട്ടാ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ഒരു റോബോട്ട്. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷങ്ങൾ നിങ്ങൾ തള്ളിക്കെടുത്തിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം എന്റെ അതെനിക്ക് നഷ്ടപ്പെട്ട എന്നെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടിട്ടാ മതി. വിളിച്ചിട്ടുണ്ടായിരുന്നു. തേത്തിക്ക് വീണ്ടും നെഞ്ചുവേദന വന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി. നീ പറയുന്ന എന്റെ തേറ്റ് അപ്പ, എന്റെ തേക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ ജീവൻ അവിടെ അവസാനിക്കും. അവനെ ഒറ്റയ്ക്ക് ഞാൻ എവിടേക്കും വിടത്തില്ല. ജൂണ്, എന്നോട് ക്ഷമിക്കട. ഞാൻ കാരണം നീ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ? നീ കുക്കിയുടെ അച്ഛനെന്ന രീതിയിൽ ചിന്തിച്ചിട്ടില്ലേ അവനോട് നല്ല രീതിയിൽ പറഞ്ഞത്? പക്ഷെ എന്റെ മോനെ അത് താങ്കളൊരു മനസ്സ് കർത്തവ്യം കൊടുത്തിട്ടില്ലടാ. ജൂണെ, സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. 12 മണിക്കൂറിനുള്ളിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്കാണെങ്കിൽ ഇതുവരെയായിട്ടും അവന് യോജിക്കുന്ന ഒരു ഹാർട്ട് കിട്ടിയിട്ടില്ല. സൈന, എന്റെ മോൻ, നീ എല്ലാം പറഞ്ഞ് നിങ്ങളെല്ലാവരും ഉണ്ടത്. നീ എന്തിനെങ്ങനെ കുഞ്ഞിനെ പരീക്ഷിക്കുന്ന? അവന്റെ ജീവനൊരാപത്ത് വരുത്തല്ല. ക്ഷമിച്ചായ, എന്റെ ഹാർട്ട് അവന് പറ്റും. അവൻ എനിക്കുള്ളതല്ല. അപ്പൊ എന്റെ ജീവൻ എന്നെ കൊടുക്കിച്ചായ. നീ ഇത് എന്തൊക്കെയാ പറയുന്ന കുക്കി? നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അവന് ചേരില്ല, നീ മിണ്ടാതിരുന്നേ. അതേ കുക്കി, ബ്ലഡ് ഗ്രൂപ്പ് ചേരണം, ഹാർട്ട് മാച്ച് ആവുക ചെയ്യണം. നീ മനസ്സിലാക്കുക, അതിന് കുറെ പ്രൊസീജിയേഴ്സ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഹാർട്ട് അവന് പറ്റും. നിങ്ങൾ ആരും സമ്മതിക്കില്ലല്ലോ. കുക്കി, ജീവനുള്ള ആളുടെ ഹാർട്ട് എങ്ങനെയാ ഞാൻ മാറ്റി വെക്കുന്നത്? നീ എന്തൊക്കെയായി പറയുന്നത്? എന്നാ ഞാനങ്ങ് മരിച്ചേക്കാം. കുക്കി, എന്താ മോനെ ഇതൊക്കെ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ചെയ്യില്ലേ. ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്ക്. ഇല്ല അങ്ങളെ, ഞാൻ മരിക്കാം. എന്നെ ഒരുമിച്ച് ജീവിക്കാൻ എൻ്റെ അപ്പൻ അനുവദിക്കില്ല, ഈ നാട്ടുകാർ അനുവദിക്കില്ല. എൻ്റെ സന്തോഷം ആർക്കും വരുന്നല്ല. എൻ്റെ മരണത്തിലൂടെ എൻ്റെ ശരീരമില്ലെങ്കിലും എൻ്റെ ഹൃദയം എൻ്റെ തേനുള്ളിൽ മിടിച്ചുകൊണ്ടിരിക്കും. എനിക്കത് മതി, അത് മതി. Oh no! Boys, come here. ജൂണങ്ങളെ, ഹാർട്ട് മാച്ചിങ് ആണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങാൻ പോവാ. അമ്മച്ചി, എനിക്ക് മോദം തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെയായിട്ടും എനിക്ക് കുക്കിനൊന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. കുക്കിച്ചാൻ എവിടെയാ? അവൻ നിന്റെ അടുത്തില്ലെങ്കിൽ എന്താ? അവൻ എന്നും നിന്നെ കാണുന്നുണ്ടല്ലോ. നിന്റെ അടുത്ത് തന്നെ അവൻ വീടുന്ന നിനക്ക് എന്താ നിർബന്ധം? നിന്റെ ഹൃദയത്തിൽ എന്നും അവനില്ലേ? അതുപോലെ എൻ്റെ മോനെ. അമ്മച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അവൻ എന്നെ വിട്ട് പോവില്ല. കുക്കിച്ചാര് ഞാനിത് എവിടെ പോവാനാ? ആന്റി, ഇത് വെറുതെ എന്റെ ചെറുക്കനെ കരയിപ്പിച്ചാലുണ്ടല്ലോ, വിവരം അറിയും. ഈ തേത്തിനെ വിട്ട് ഈ കുക്കിച്ചാൻ എവിടെ പോവാനാ? ഇവിടെ തന്നെ ഉണ്ട്. ആന്റി വെറുതെ വരുന്ന പറയാ. നീ സങ്കടപ്പെടാതെ ചെറുക്ക. ആ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇതേ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ചായ, ഞാൻ ഓക്കെയാ. എനിക്കിത് വീട്ടിൽ പോയാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ആ
ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ സ്വർഗത്തിലും നരകത്തിലൊന്നും സീറ്റ് കിട്ടിയില്ലേ? കേളിയാക്കാതെ. എന്താ സ്വർഗത്തിലും നരകത്തിലോ? ആ, നിനക്കറിയില്ലല്ലേ, നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് ഹൃദയം മാറ്റി വെക്കാൻ സ്വന്തം ഹൃദയം തരാമെന്ന് പറഞ്ഞിടത്തും കയ്യും മുറിച്ച് ഇവിടെ നിന്റെ അടുത്ത് തന്നെ വാടി കിടപ്പുണ്ടായിരുന്നു അല്ലേ മോനെ? ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഗൾഫ് ഗ്രൂപ്പൊക്കെ ഒന്ന് അവിടെ വിടല്ലാതെ ജീവനോട് ഇരിക്കുന്നൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കൈയെടുത്ത് മുറിച്ച് ഓരോ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം? അയ്യോ കുക്കി, കുക്കിച്ചായ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ബേബി. ഞാൻ നോക്കി. ആ, ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു, ബ്ലഡ് കുറച്ച് കയറ്റേണ്ടി വന്നു എന്നുള്ളൂ. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ മോൻ നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാ. ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളെ പിരിക്കണില്ല. എന്നാലും നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കാം. ഇറങ്ങിയാൽ തന്നെ വേഗം തന്നെ കല്യാണം അങ്ങ് നടത്താം. നിന്റെയും കുക്കിയുടെയും ജിമ്മിൻ്റെയും യുഞ്ചിയുടെയും മനസ്സമ്മതം മിന്നുകെട്ടൊക്കെ ഒരേ ദിവസം തന്നെയാണ്.